നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഒറ്റപ്പാലം മായന്നൂർ പാലം സ്നേഹസംഗമം 2025 ജനുവരി 22-ന് നാരായണ സ്ക്വയറിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ മായന്നൂരിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലം നിലവിൽ വന്ന 14 വർഷം തികയുന്ന സാഹചര്യത്തിൽ സ്നേഹസംഗമം വിപുലമായി ആഘോഷിക്കാൻ സംഘാടക സമിതി തീരുമാനിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലം സ്നേഹസംഗമം 2025 ജനുവരി 22-ന് 5 മണിക്ക് പാലത്തിന് സമീപത്തുള്ള നാരായണ സ്ക്വയറിൽ വെച്ച് നടക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ചേലക്കര MLA UR പ്രദീപ്, ഒറ്റപ്പാലം മുൻ MLA M ഹംസ, ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. മായന്നൂർ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു. ആയത് 2011 ജനുവരി 22-ന് പൂർത്തീകരിച്ചതിൻ്റെ 14ാമത് വാർഷികമാണ് ജനുവരി 22-ന് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 22-നും സംയുക്തമായി പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തുകയുണ്ടായി. വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ആലത്തൂരിൻ്റെ MP-യും മായന്നൂർ പാലത്തിൻ്റെ ശില്പിയുമായ സഖാവ് K രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ അതിൽ പങ്കുചേരുന്നത് നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലം MLA ആയിട്ടുള്ള ശ്രീ UR പ്രദീപ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം മുൻ MLA M ഹംസ, അതുപോലെ ഒറ്റപ്പാലത്തെ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ പ്രേംകുമാർ, അതുപോലെ ചലച്ചിത്ര സംവിധായക രംഗത്ത് പ്രവർത്തിക്കുന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ചടങ്ങിൽ കലാപരിപാടികളോടുകൂടി പരിപാടി വളരെ വിപുലമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. സാംസ്കാരിക പരിപാടികൾ, നാടൻപാട്ട്, മ്യൂസിക്കൽ ഷോ എന്നിവ സ്നേഹസംഗമത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ മായന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ അമ്പിളി പുഴയോരം, ട്രഷറർ T മോഹനൻ, കൺവീനർ P പ്രശാന്തി, രക്ഷാധികാരി PR വിശ്വനാഥൻ, ജോയിന്റ് കൺവീനറായ CA സുനിൽകുമാർ, T ഗോകുലൻ, PK ജയപ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 14ാമത് വാർഷികം സ്നേഹസംഗമം 2025 എന്ന പേരിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നമ്മളതിൻ്റെ പ്രവർത്തനം വീണ്ടും ആരംഭിച്ചതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒറ്റപ്പാലം മായന്നൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മായന്നൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഗ്രഹ സാഫല്യ ദിനമാണ്. പലരും ചോദിക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഈ പാലത്തിൻ്റെ വാർഷികം ഇങ്ങനെ ആഘോഷിക്കുന്നതിനാണ്. ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് നിദാനമായ എന്തുണ്ടോ അതെല്ലാം ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ നാട്ടിലെ വേലകളായാലും പൂരങ്ങളായാലും ഒക്കെ അതിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ വികാസം, ആ പ്രദേശത്തിൻ്റെ ഐശ്വര്യം, അതൊക്കെ എങ്ങനെ വന്നു ചേരുന്നതിന് കാരണമായത് എന്തോ അതാണ് സ്മരിക്കപ്പെടുന്നത്. മായന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം മായന്നൂർ പാലം 1 കിലോമീറ്റർ ദൂരം പുഴയിലൂടെ വേനൽക്കാലത്തും മഴക്കാലത്തും നടന്നു പോയ 15 കൊല്ലത്തെ അനുഭവങ്ങളാണ്.